വെളുപ്പാൻ കാലം വരെ കുടിക്കും. തോന്നിടത്തിറന്ന് പോത്ത് പോലെ. നീ പോടിയോട്. വീട്ടിലേക്ക് വാ, കട്ടൻ തിളപ്പിച്ചു തരാം. വേണ്ട വേണ്ട, എന്റെ കണ്ടാളോടെ ആ തള്ള കൊള്ളറക്കാൻ തുടങ്ങും. കണ്ടമാനം കുടിക്കുന്നോണ്ടല്ലേ മമ്മി വഴക്ക് പറയുന്നത്. ആവശ്യത്തിന് കുടിച്ച് വീട്ടിൽ വന്ന് അത്താഴം കഴിച്ചുകൊണ്ട് കിടന്ന മമ്മി ഒന്നും പറയത്തില്ല, ഞാനും ഒന്നും പറയത്തില്ല. നിന്റെ അങ്ങനെക്ക് വീട്ടിൽ കിടന്ന ഉറക്കം വരില്ലേ? എനിക്ക് ഇഷ്ടമുള്ളടത്ത് ഞാൻ കിടക്കും. കിടക്കണ്ടെന്ന് പറയും ബാബു എന്റെ കെട്ടിയവനാണോ? ഞാൻ നിന്റെ കെട്ടിയവനായി കഴിഞ്ഞാലും എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. എന്നെ കെട്ടാൻ ആരെങ്കിലും ക്രിസ്ത്യാനി ചെറുപ്പക്കാരൻ വരും. എന്റെ ചേട്ടൻ എന്താടി സൂചി കുറവ്? മാമോദിസ വെള്ളം വീണിട്ടില്ല, അത് വലിയ കുറവാ. നമ്മുടെ അമ്മ ക്രിസ്ത്യാനിയാണല്ലോ. അമ്മയും നീയും ക്രിസ്ത്യാനി ആയാ പോരാ, മോനും കൂടെ ക്രിസ്ത്യാനി ആവട്ടെ. മനസ്സില്ല. നിന്നെ കെട്ടാൻ വരുന്ന ക്രിസ്ത്യാനിയെ ഞാൻ തുഴ വെച്ചടിച്ചു വന്ന് കടൽ താഴ്ത്തും. അതിന് കൈ വരയ്ക്കും ബാബേട്ടാ. എന്റെ ചേട്ടന് നിന്നെ വലിയ ഇഷ്ടമാണ്. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. വള്ളങ്ങൾ ഇനിയും വന്നില്ലല്ലോ. ഇന്ന് മീനും കൊണ്ട് ടൗണിൽ എത്തുമ്പോഴേക്ക് നേരെ ഉച്ചയാവും. ഇതെന്തുവാ? വീണ എങ്ങോട്ടാ? എങ്ങോട്ടെന്ന്? ഇന്നിവിടെ, നാളെ മറ്റൊരിടം. അപ്പൊ മറ്റന്നാളോ? മറ്റൊരിടം. അപ്പൊ എന്റെ കൂട്ടല്ല. ഞാൻ ഈ കടപ്പുറം വീട്ടിൽ എങ്ങും പോകാറില്ല. ചൂണ്ടയിടും, മീൻ പിടിക്കും, ചുട്ടു തിന്നും. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ചോറ് വാങ്ങി തിന്നും. പരമസുഖമാ. പക്ഷെ ഒരു കാര്യം, മഴക്കാലത്ത് ഈ കടപ്പുറത്ത് കിടക്കാൻ പറ്റുകയില്ല. അന്ന് ഞാൻ വല്ല കടത്തിന്റെ പോയി കിടക്കും. വളരെ വളരെ സുഖം. ഇത് എന്ത് വിലയാ? 50 പൈസ. ലാഭമാ, വാങ്ങിച്ചോ. വാങ്ങിക്കണ്ടാടി, ഇത് ഇയാൾക്ക് മാത്രമേ വായിക്കാൻ അറിയൂ. ഞാൻ വായിച്ചുതരാം. ഓ, നീ കൂടെ വായിക്കും. എനിക്ക് അങ്ങ് ഇഷ്ടമായി. മീനങ്ങ് എടുത്തോ. നിന്റെ തന്തയ്ക്ക് കൊണ്ട് കൊട. എനിക്ക് തന്ത അറിയാമല്ലോ. ഇതെങ്ങനെ വായിക്കുക? ശരിക്ക് വായിക്കേണ്ടത് ഇതാ, ഇങ്ങനെയാ. ഞാൻ തിരിച്ചു വായിച്ചു പഠിക്കുക. വീണ വേണം. ആ വേണം. എടി, ഒരു 50 പൈസ താ, നിനക്ക് വട്ട. വള്ളങ്ങളെടുത്തു, ഞാൻ പോണു. ഈ മീൻ തരാം, വീണ് തരുമോ? കേട്ടില്ലേ? ഇവിടെ നോക്കിയേ. നല്ല രസ. നല്ല ഒച്ച. എന്താ പേര്? രാമു. തന്റെ പേരെന്താ? എന്റെ ഒരു പൊറിഞ്ചു. നമുക്ക് ചായ കുടിക്കാം. നമുക്ക് കോഴിക്കാന്റെ കടയിൽ പോ. നല്ല കടുപ്പത്തിൽ ചായ കിട്ടും. അവിടെ നിന്ന് തിന്നാനും കിട്ടും. എടോ കോയക്കാ, പച്ച പെരപ്പിലാസ് ചരിത്ര നാടകം കണ്ടിട്ടുണ്ടോ? കണ്ടു കാണാൻ വഴിയില്ല. അതിൽ നമ്മുടെ ഓച്ചന്തുരത്ത് വറുത് കുട്ടിയാശാന്റെ ജീവനുള്ള കുതിരപ്പുറത്ത് വരുന്ന ഒരു വരവ് പാട്ടുണ്ട്. ശൃംഗാര പെരപ്ലാസ് കടപ്ലാവ് മക്കേറി, ശൃംഗാര പെരപ്ലാസ് കടപ്ലാവ് മക്കേറി, ശൃംഗാര പെരപ്ലാസ് കടപ്ലാവ് മക്കേറി, ശൃംഗാര പെരപ്ലാസ്. തന്റെ ഈ തല്ലിപ്പൊളി പാട്ട് നിർത്താവും. എന്റെ പാട്ട് തല്ലിപ്പൊളി അന്ന് താനേ പറയൂ. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിന് ചവിട്ടുപൊളിപ്പം നാടകത്തെ പറ്റി വല്ല വിവരമുണ്ടോ? ആട്ടക്കാല ചട്ടത്തെ അനുസരിപ്പത് മുറൈ. ഇതാര് ഗോവധ നിരോധോ? നല്ല കടുപ്പത്തില് ഗ്ലാസ് കുറച്ച് 2 ചായ താ കോയിക്ക. കാശുണ്ടോടാ കയ്യില്? ഇയാള് തരും. ഓ, ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ഞാൻ കണ്ടു കേട്ടാ. നീ എന്ത് കണ്ടു? ഇന്നലെ രാത്രി 2 പേരും കൂടി തല്ലുകൂടുന്നതും കുറെ കഴിഞ്ഞപ്പം 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും പിന്നെ അങ്ങനെ എത്തിയൊക്കെ നോക്കില്ല എവിടെയെങ്കിലും. ഭവാനി എന്തിനാ രാമുമായിട്ട് എന്നും വഴക്ക് കൂടുന്നത്? നേരം വെളുക്കുമ്പോ വലിയ സ്നേഹവും. കുടിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത് കോയാക്ക. രാമു, നീ എന്തിനാ ഇങ്ങനെ കുടിക്കണത്? ചോദ്യം. നിനക്ക് ഞമ്മടെ മോൻ സുലൈമാന്റെ പ്രായമാ. വേലയെടുത്ത് മേലും കയ്യും നോവുന്നവരൽപ്പം കുടിച്ചു എന്നൊക്കെ വരും. ആട്ടക്കാല ചട്ടത്തെ അനുസരിപ്പത് മുറയും. തനിക്കെന്ത് മേലും കയ്യും നൊമ്പരം?
തന്റെ മോള് മീൻ വിറ്റ് കൊണ്ടുവരുന്ന കാശുകൊണ്ടല്ലേ തന്റെ കുടി. എന്ന് വെച്ചാൽ ഞാൻ എന്തുമാത്രം മേലും കൈയും നൊന്തവനാണെന്ന് തനിക്കറിയാമോ? ചവിട്ടുനാടൻ പഠിക്കുന്ന കാലത്തെ ആശാന്മാര് ചവിട്ടി തിരുമും. ആട്ടക്കാല ചട്ടത്തെ അനുസരിപ്പത് മുറയും. എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ ജോലി ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? ഞാനും കഷ്ടപ്പെട്ടാ ജോലി ചെയ്യുന്നത്. ഞാൻ കുടിക്കുന്നില്ലല്ലോ. വഴക്കുണ്ടാക്കേണ്ടി കരളെ, വാ പോവാം. വീട്ടുകാരെ വെറുപ്പിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഒളിച്ചോടി. ഈ നാട്ടിൽ വന്ന് താമസവുമാക്കി. അതുകൊണ്ട് വല്ല കുഴപ്പം വന്നു? കുഴപ്പമൊന്നുമില്ല. ജോലി ചെയ്ത് നമുക്ക് സുഖമായി ജീവിക്കാം. കുടി വേണ്ട. പറ്റിലെഴുക പോയേക്ക. വീണ ഫോറിനാണ്. ഫോറിൻ വീണ വേണമെങ്കിൽ തരാം. പറ്റിലെഴുതിക്കോ. ആരുടെ പറ്റിലാണാവോ എഴുതേണ്ടത്? പടച്ചോനിക്കറിയാം. ഇയാളെ ആ കള്ളക്കടത്തുകാരുടെ കൂടെ നടന്നിരുന്ന അന്ന് അടുത്തേക്ക് ചെല്ലുമ്പോ എന്തൊരു നാറ്റമാണെന്നറിയാമോ? അവസാനം പോലീസ് പിടിച്ചൊന്ന് പൊത്തി ജയിലിൽ നിന്ന് ഇറങ്ങിയത് വട്ടായിട്ടാണ്. മോളെ മോളെ മീൻ വാങ്ങിച്ചതിന്റെ ബാക്കി കാശിന് തന്നേച്ചു. അപ്പൻ അരി വാങ്ങിച്ച് ചോറ് വെച്ച് വെച്ചേക്കാം. കാശ് വന്നാൽ നേരെ ഷാപ്പിലേക്ക് നടക്കും. ഞാൻ അരി വാങ്ങിച്ചുകൊണ്ട് വന്നോളാം. തന്റെ വേലൊന്നും അവളുടെ അടുത്ത് നടക്കൂലോ. അവള് ചോണക്കുട്ടിയാണ്. നമ്മുടെ സുലൈമാൻ നമ്മളെ വിട്ട് ഒളിച്ചോടി പോയില്ലായിരുന്നെങ്കിലേ അവനിക്ക് നല്ലൊരു ചോണക്കുട്ടിനെ കെട്ടിച്ചു കൊടുത്താനെ. പാലം പോയില്ലേ? എന്തിനാ വാങ്ങിയതില്ലേ? കണ്ടപ്പോ നല്ല രസം തോന്നി. മാഗി എവിടെ? പള്ളി പോയിരിക്കുക. ഇപ്പൊ വരും. അതിന്റെ ഇരിക്കും. ഇന്നലെ രാത്രി നിന്റെ ചേട്ടൻ ആ അവറാന്റെ മകൻ സ്റ്റാൻലിയുടെ കൂട്ടുകാരനെ തല്ലിന്ന് കേട്ടല്ലോ. എപ്പ കണ്ടാലും ഈ പിള്ളേർക്ക് തമ്മി തല്ലാനേ നേരമുള്ളൂ. നിനക്ക് ബാബുവിനോടൊന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയാ ആന്റി? മമ്മിയല്ലേ ബാബുവിനെ മൂപ്പിച്ചിറക്കുന്നത്? അവറാനോടുള്ള ദേഷ്യം അവന്റെ മോനോട് കാണിക്കുന്നത് എന്തിനാ? മാഗിക്ക് ഇനി ഇതൊക്കെ മറക്കാറായില്ലേ? ഒരായുസ് മുഴുവൻ കണ്ണീര് കുടിച്ചത് ഞാൻ മറക്കണമല്ലേ? അവറാൻ ചെയ്ത തെറ്റിന് ജീസസ് തന്നെ അവന് വേണ്ടുവോളം ശിക്ഷിച്ചില്ലേ? എങ്ങനെ കഴിഞ്ഞ കുടുംബമാ ഇപ്പൊ തകർന്ന് ഈ നിലയിലെത്തിയില്ലേ? അവന്റെ മകൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നു. ആ, അവൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനാ സ്റ്റാൻലിയോട് നിനക്കെന്താ? അവൻ എന്റെ മകനല്ലേ സ്റ്റാൻലി? ഒരു മകൻ മരിക്കുമ്പോഴുള്ള ദുഃഖം അവൻ അനുഭവിക്കുമെങ്കിൽ ഇങ്ങനെയൊന്നും പറയുകയും ചിന്തിക്കുകയും ചെയ്യരുത് മാഗി. മേരി എനിക്കൊന്നും അറിയില്ല. എല്ലാം എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ. അവറാൻ അവന്റെ എല്ലാം നശിക്കണം. അവന്റെ മകൻ സ്റ്റാൻലി അടക്കം എല്ലാം